ഡോക്ടർ സി ജെ റോയിയുടെ മരണം ഇന്ത്യയിലെ എല്ലാ വ്യവസായികളെയും ഞെട്ടിച്ചു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. ഇൻകം ടാക്സിലെ എറണാകുളം യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയം, ആ സമയമാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. കഴിഞ്ഞ ഡിസംബറിൽ 28 ശേഷം കുറേ ദിവസം ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ ഈ വസതിയിൽ, ഈ ഓഫീസിൽ റെയ്ഡ് നടത്തി. കുറേ റെക്കോർഡുകളൊക്കെ അവർ കൊണ്ടുപോയി, ചിലതിൻ്റെ വിശദീകരണമൊക്കെ ചോദിച്ചു. അതിനുശേഷം അവർ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇപ്പോഴേ അവർ 3-4 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അതിൻ്റെ റെക്കോർഡുകളെല്ലാം പരിശോധിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനടുത്ത് ചില ചോദ്യങ്ങൾ അവർ ചോദ്യം ചെയ്തിട്ടില്ല എങ്കിലും ചില റെക്കോർഡുകൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം 3-4 ദിവസം കൊണ്ട് ദുബായിൽ നിന്ന് ഈ സ്ഥലത്ത് വന്നിരുന്നു. ഇവരുടെ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരിശോധന നടക്കും, അതുകൊണ്ട് അദ്ദേഹം നേരത്തെ വന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങില്ല, അത് പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ, എറണാകുളം യൂണിറ്റിലുള്ളവർ, അവിടെ അഡീഷണൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ പരിശോധന നടക്കുന്ന സമയം, ഒരു 3:15 സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില റെക്കോർഡുകളൊക്കെ ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ക്യാബിൻ പരിശോധിക്കണം എന്ന് പറഞ്ഞു. ആ ക്യാബിനിലെ ലോക്കർ പരിശോധിക്കണം. അത് അദ്ദേഹം അനുവദിക്കില്ല, അത് നടക്കില്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞ് എൻ്റെ ക്യാബിനിലോട്ട് ആരും കയറ്റി വിടരുത്. അദ്ദേഹം ക്യാബിൻ്റെ വാതിലടച്ചു, അകത്തൊന്ന് കുറ്റിയിട്ടു. അതിനുശേഷം അദ്ദേഹത്തെ പുറത്തിറങ്ങിയില്ല, അദ്ദേഹത്തെ പറ്റി വിവരമില്ല. അവരെ ബ്രദറും മറ്റുള്ളവരും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും വാതിൽ തട്ടിമുട്ടി നോക്കി, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു, പൂട്ടിയിരിക്കുന്നു. പോലീസിനെ വിളിച്ചു, വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അകത്ത് കയറി നോക്കിയപ്പോൾ അദ്ദേഹം കസേരയിൽ തന്നെ മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പിസ്റ്റൾ ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. നെഞ്ചു നോക്കി വെടിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടും ലങ്സും തുളച്ചാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ലൈസൻസുള്ള ഒരു പിസ്റ്റൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, 6.35 ബ്രൗണിങ്. അത് 0.25 ഓട്ടോമാറ്റിക് പിസ്റ്റൾ ആണത്. അതിൻ്റെ പെല്ലറ്റുകൾ നെഞ്ചു കൂടെ കയറി ഇറങ്ങിപ്പോയി. ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടായി. ഏതായാലും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹം കസേരയിലെ മരിച്ചിരിക്കുന്ന കണ്ടു, രക്തമൊലിപ്പിച്ചിരിക്കുന്നു നെഞ്ചിക്കൂടെ. അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, നാരായണ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് കൊണ്ടുപോയി. അവരവിടെ റെക്കോർഡ് ചെയ്ത ബ്രോഡ് ഡെഡ്, മരിച്ചു കൊണ്ടുവന്നു എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് വ്യവസായ രംഗത്ത്, ഇൻഡസ്ട്രിയൽ രംഗത്ത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ രംഗത്ത് വലിയൊരു ബ്ലോയാണ്. അതായത് 2006 മുതൽ 2025 വരെ അല്ലെങ്കിൽ 26 വരെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ച നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ടായിരുന്നു. പക്ഷേ 0 ഡെപ്റ്റാണ്, അദ്ദേഹത്തിന് കടമില്ല. 2006 അദ്ദേഹം വേറൊരു കമ്പനിയുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്തുന്നത് പിണങ്ങി വന്നതാണ്. അതിനുശേഷമാണ് ഈ ഉയർച്ച വന്നിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ബോംബെയിലും പൂനെയിലും ഒക്കെ അദ്ദേഹം ഫ്ലാറ്റ് കൺസ്ട്രക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയധികം സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് 12 റോൾസ് റോയ്സ് കാറ് തന്നെയുണ്ട്. കാറിനോട് വലിയ കമ്പമുള്ള ആളാണ്. ഒരു റോൾസ് റോയ്സിൻ്റെ കാറിൻ്റെ വിലകൾ പല രീതിയിലുണ്ട്. അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് 12 കാറുകൾ. അത് 12 കാറുകൾ റോൾസ് റോയ്സ് മാത്രമല്ല, മറ്റ് വിവിധ
കോസ്റ്റ്ലി കാറുകളുണ്ട്. കാറുകളുടെ വലിയ കമ്പമുള്ള ആളാണ്. അദ്ദേഹം ധാരാളം കാറുകൾ വാങ്ങിച്ച് ശേഖരിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ധാരാളം പണം മുടക്കുകയാണ്. അങ്ങനെ ഒരു ലാഭം ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതുകൂടാതെ അദ്ദേഹം 12ഓളം സിനിമ എടുത്തു. പല സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. കോടിക്കണക്കിന് രൂപ സിനിമയ്ക്ക് മുടക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ സ്ഥലങ്ങൾ വലിയ വിലയ്ക്ക് വാങ്ങിച്ചു കൂട്ടി. അവിടെ ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ എല്ലായിടത്തും ഒരേപോലെ നടന്നു. 100 കണക്കിന് ഫ്ലാറ്റുകൾ പണിയുകയാണ് പല സംസ്ഥാനത്തും. പണത്തിൻ്റെ ഒഴുക്ക് അതിശക്തമാണ്. ഇൻകം ടാക്സ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സിൻ്റെ ശല്യങ്ങൾ കുറയ്ക്കാനും താൻ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവരുടെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് കർണാടക ഹൈക്കോടതി ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് അവരുടെ നടപടികളെല്ലാം സ്റ്റേ ചെയ്ത് കുറേ നാൾ മുന്നോട്ട് പോയി. ആ സ്റ്റേയുടെ കാലാവധിക്ക് തീർന്നപ്പം അവർ വീണ്ടും വന്നു. കൊച്ചി യൂണിറ്റാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. കർണാടക പോലീസ് അല്ലെങ്കിൽ കർണാടക ഇൻകം ടാക്സ് അവർ വന്നോളും, നിങ്ങളെന്തിനാ കൊച്ചിയിൽ നിന്ന് വരുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള സംശയിച്ചത് ഇൻകം ടാക്സിൻ്റെ റെയ്ഡിൻ്റെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം ജീവൻ വെടിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഇത്ര വലിയ പണമുള്ള ആളാണ്, കടമില്ല, ഒരു ബാങ്ക് ലോണില്ല, പണം അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭങ്ങളെല്ലാം വലിയ വിജയത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 0 ഡെപ്റ്റാണ്, ഒരു കടവുമില്ല, 1 രൂപ പോലും കടവില്ല. പണത്തിൻ്റെ ഒഴുക്ക് അത്ര ശക്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നുണ്ടായതാണോ അത്രയും കോടി രൂപയുടെ പണം? അത് സംശയമുണ്ട്. അദ്ദേഹത്തിനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ക്യാബിൻ കാണണം, അതിനകത്തുള്ള വലിയ ലോക്കർ കാണണം, അതിനകത്ത് എന്താണെന്ന് പരിശോധിക്കണം. അത് നടക്കില്ല, അത് സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വരുന്ന വിവരങ്ങൾ. അതിനുശേഷമാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. എന്താണ് ഇത്ര വലിയ മാനസിക സമ്മർദ്ദം? ആവശ്യത്തിന് പണമുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, അതിന് കടവില്ല, പിന്നെ ഇൻകം ടാക്സ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് ഇനിയും കൊടുത്താലും അതുപോലെ സ്വത്തുള്ളതുകൊണ്ട് എത്രയും കൊടുത്തു തീർക്കാനുള്ളതേ ഉള്ളൂ. ഒരു പെനാൽറ്റി അടിച്ചാൽ അത് പൈസ കൊടുത്ത പ്രശ്നം തീരും, ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ അഴിമതി പണമാണോ ഈ ഒഴുക്കിലേക്ക് അദ്ദേഹത്തിലേക്ക് വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ വന്ന പണം അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്ന പണത്തിൻ്റെ സോഴ്സ് ചോദിക്കുമ്പോൾ അത് വെളിപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത് തൻ്റെ ക്യാബിനുള്ള ആ സേഫൊന്നും നോക്കാൻ അനുവദിക്കത്തില്ല, ലോക്കറൊന്നും നോക്കാൻ അനുവദിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിനകത്ത് ക്യാഷ് തന്നെ ആയിരിക്കണം, കാരണം അത് ബ്ലാക്ക് മണിയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ജീവൻ വെടിയാനുള്ള കാരണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് വേറൊരു മാർഗവും കാണുന്നില്ല. ബ്ലാക്ക് മണിയുടെ ഇഷ്യൂ തന്നെ അദ്ദേഹം ഇത്ര നാളും കെട്ടിപ്പടുത്തത് മുഴുവൻ ഈ ബ്ലാക്ക് മണിയിലാണ് എന്ന് തീർച്ചയായിട്ടും ആൾക്കാർ പറയും. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. കാരണം ധാരാളമായിട്ട് ആൾക്കാരെ സഹായിച്ചതും അദ്ദേഹത്തിൻ്റെ പല സംരംഭങ്ങളിനകത്തും പണം ഒഴുകുന്നത് നമുക്ക് കാണാം. കാരണം അങ്ങനെ പണം മുടക്കാനായിട്ട് സാധിക്കും ഒരാൾക്ക്. അത് ഇതുപോലെ വരുന്ന പണം രാഷ്ട്രീയക്കാരെ അഴിമതി നടത്തിയ വലിയ പണക്കൂമ്പാരങ്ങൾ അവർക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൊടുക്കും. അവർക്ക് അത്രയും പണം സൂക്ഷിക്കാനൊരു അവസരം കൊടുക്കുന്നതും അതിന് വലിയ നെഗ്ലിജിബിൾ എമൗണ്ട് മതി. അവർക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള രാഷ്ട്രീയക്കാരുടെ പണമായിരിക്കാം സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള പണം ഇദ്ദേഹം കൊടുക്കും. അത് കൂടുതൽ പണം ഇദ്ദേഹത്തിന് അവർ ഡിപ്പോസിറ്റ് പോലെ അല്ലെങ്കിൽ അവർക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനൊരു ബാധ്യത അദ്ദേഹത്തിനില്ല. അവർക്ക് അതിൻ്റെ പണം ആവശ്യമില്ല. അവർക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കണം, അതിനുള്ള പണം ഇദ്ദേഹം കൊടുക്കും. അല്ലെങ്കിൽ അതിനുള്ള പണം എടുത്തിട്ട് ബാക്കിയായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത്.
അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിലേക്ക് ചോദ്യം വന്ന് ആ സോഴ്സിലേക്ക് പോകേണ്ടി വരും. കാരണം ഇൻകം ടാക്സുകാർ അദ്ദേഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്കെന്നുള്ള കണക്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രോഫിറ്റുമായിട്ട് തട്ടിച്ച് നോക്കി കഴിയുമ്പോൾ ആ വലിയ എമൗണ്ട് എവിടെയാണ് ബാലൻസ് നിൽക്കുന്നത്, എങ്ങനെ വന്നു എന്ന് പറയേണ്ടി വരും. അത് അദ്ദേഹത്തിന് ആൾക്കാരെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കരുതുന്ന പല ആൾക്കാരും അവരുടെ ഇമേജ് തകർന്നടിയും. ഇദ്ദേഹത്തിൻ്റെയും അത് തന്നെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല. ജീവൻ വെടിയുക മാത്രമേ രക്ഷയുള്ളൂ. അത് കഴിഞ്ഞ് 3-5 മാസമായിട്ട് അദ്ദേഹം മനോസംഘർഷത്തിലാണ് എന്നാണ് വരുന്ന വാർത്തകൾ. അത് ഇത് തന്നെയാകാനാണ് സാധ്യതയും കൂടുതൽ. അദ്ദേഹത്തിന് മാനസിക സംഘർഷമുണ്ടായി. ജീവൻ പിടിയാൻ അതാണ് കാരണം. അതുകൊണ്ട് എന്താണ് ആ പ്രശ്നമെന്നൊക്കെ എന്ന് നമ്മൾ ആഴ്ന്ന് ചിന്തിക്കുമ്പോൾ, ആ ക്യാബിനകത്ത് കയറണമെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു. അത് പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല. എന്താണ് ക്യാബിനകത്തുള്ളത്? സ്വർണ്ണമാണെന്ന് എനിക്ക് തോന്നണില്ല. സ്വർണത്തിൻ്റെ അതിശേഖരം കണ്ടേക്കുമായിരിക്കാം, പക്ഷേ പണമായിരിക്കണം. ആ പണത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയേണ്ടി വരും. അത് എവിടുന്ന് വന്നു പണം? ഇത്രയും അധികം പണം എങ്ങനെയാണ് അദ്ദേഹം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണോ? സംശയാസ്പദമാണ്. അതിലേക്ക് ചോദ്യം വന്ന് അതിലേക്ക് അന്വേഷണം നീളുന്നു. തൻ്റെ ക്യാബിൻ അവർ തുറന്ന് ബലമായിട്ട് പരിശോധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് അതോടെ തകരും എന്ന് അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞ 3-4 മാസമായിട്ട് സംഘർഷത്തിലാണ്. ബ്രദറിനോട് അത് പറയുകയും ചെയ്തു. ആ സംഘർഷം എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്. അത് പണം വരുന്ന സോഴ്സ് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ജീവൻ വെടിഞ്ഞത്. അദ്ദേഹത്തിന് പണത്തിൻ്റെ പ്രശ്നമല്ല. അത് കൊടുത്ത് ഈ ഇൻകം ടാക്സിൻ്റെ പണം പെനാൽറ്റിയൊക്കെ അടച്ച് രക്ഷപ്പെടാനുള്ള ആവശ്യത്തിനുള്ള പണമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതിന് തുനിഞ്ഞത്? അപ്പോൾ അതിൻ്റെ സോഴ്സ് തന്നെയാണ്. എവിടുന്നാണ് അദ്ദേഹത്തിന് പണം വരുന്നത്? ഇതുപോലെ ക്രമാതീതമായി പണം വന്നിരിക്കുന്നു. സിനിമ എടുത്ത് 10 നിലയിൽ പൊട്ടിയ സിനിമകളുണ്ടെന്ന് പറയുന്നുള്ളൂ. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഇനിയും സിനിമ എടുക്കും. സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങൾ, ബോംബെ, പൂന, ബാംഗ്ലൂർ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ചെന്നൈയിലെ പല ഇവിടങ്ങളിലെല്ലാം സ്ഥലം വാങ്ങിച്ചു കൂട്ടി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരേ സമയത്ത് 100 കണക്കിന് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ പല സ്ഥലത്തും നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പണത്തിൻ്റെ ഒഴുക്ക് അതിശക്തമായിട്ട് വരുന്നു. അത് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല, സാധിക്കില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്ന് തരിപ്പണമാവും. പണം വളരെ ലാവിഷായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 2006 ചെറുപ്പത്തിൽ ആദ്യം വാങ്ങിച്ച ഒരു മാരുതി 800 കാറ്, അതൊക്കെ അന്നേ വിറ്റുപോയി. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അത് കണ്ടെത്തി പരസ്യം കൊടുത്ത് അത് ട്രാക്ക് ചെയ്തു. ആ കാറ് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതെന്നാണ് പറയുന്നത്. പണം അതുപോലെ ചിലവാക്കുന്നതിനും മടിയില്ല, ദാനം ചെയ്യുന്നതിനും മടിയില്ല, അതിന് പിശുക്കൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ജീവൻ വെടിഞ്ഞത്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ കരുതിയത് ഇൻകം ടാക്സുകാരുടെ സമ്മർദ്ദം കൊണ്ട് 3 ദിവസം കൊണ്ട് റെയ്ഡ് നടന്നത്, അതിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. ആ ക്യാബിനകത്തുള്ള ആ സ്ട്രോങ് റൂം അത് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അതിനകത്ത് ക്യാഷ് തന്നെയായിരിക്കും. ആ ക്യാഷിൻ്റെ ഉറവിടം വെളിപ്പെടുത്തേണ്ടി വരും. അത് വളരെ അധികം ഭീതിപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതിനകത്ത് പലരും കുരുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അദ്ദേഹം സ്ഥാപിച്ച 10-20 വർഷം കൊണ്ട് സാമ്പത്തികമായി വലിയൊരു മേഖലയിൽ അദ്ദേഹം വിരചിച്ചു. അത് തന്നെയല്ല, ഒരു സാമ്രാജ്യം തന്നെ പൊക്കി. അദ്ദേഹത്തിനെ പരിചയമുള്ളവരും അടുപ്പക്കാരുള്ളവരും ഒക്കെ ഒരിക്കലും അദ്ദേഹം ഒരു സാമ്പത്തിക ബാധ്യതയുള്ള വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട്. ആരെയും വേണമെങ്കിലും സഹായിക്കും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, എത്ര കോടി രൂപ വേണമെങ്കിലും ഇനി ഇൻവെസ്റ്റ് ചെയ്യും. അതിന് കടവുമില്ല, പഞ്ഞവുമില്ല, ലോൺ എടുക്കേണ്ട ആവശ്യവുമില്ല.
ഇന്ന് വരെ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ഒരു പൈസ പോലും ലോൺ എടുത്തിട്ടില്ല. പിന്നെ ആരാണ് ഈ പണം കൊടുക്കുന്നത്? എവിടുന്നാണ് ഈ പണം വരുന്നത്? അവിടെ കയറി പിടി വീണപ്പോഴാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്.